ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദൈവം 15 വർഷം ഉറക്കിയിരുന്നു, ഇപ്പോൾ ഉണർത്തിയിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്നാണ് പറയുന്നത്. 15 വർഷം എന്നെ ദൈവം ഉണർത്തിയില്ല. 15 വർഷം കഴിഞ്ഞ് ഈ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നതും ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാ, അല്ലെ? എന്നെ ഒരു നിമിത്തമാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ ഇതെന്റെ ഇന്റൻഷൻ ഒന്നുമല്ല. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി മലയാളത്തിലെ ഒരു നടി, കേവലം 2 പടത്തിൽ അഭിനയിച്ച നോനോ ചേച്ചിക്ക് വേണ്ടി മാത്രമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതെന്ന് ചിലപ്പോൾ മലയാളികൾ സംശയിച്ചു പോകും. ഇന്ന് നമ്മൾ ആ ചേച്ചിയുടെ ചില വാചകങ്ങളിലേക്ക് പോവുകയാണ്. കുറേ പേരുടെ പേരിപ്പോൾ ചേച്ചി പറയും, കേട്ടോണേ. ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, പിന്നെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പിന്നെ ഇപ്പൊ 8ാമത്തത് ബാലേന്ദ്രൻ. ചേച്ചി പേരെന്തെങ്കിലും ചേച്ചി മറന്നിട്ടുണ്ടോ? ഇത്രയും പേരുകളെ ഉള്ളോ? അടുത്ത ഇന്ന് കൊടുത്തിട്ടുണ്ട്, ജാഫർ ഇടുക്കി. ഏതായാലും ശരി, കുറച്ച് ദിവസം കൊണ്ട് ചേച്ചി ചാനലിലൊന്നും വരാതിരിക്കുകയായിരുന്നു. വീണ്ടും തല പൊക്കിയിട്ടുണ്ട്. ഇനി എന്താ ചേച്ചിയുടെ പ്ലാൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചുമ്മാ പറയാം, നിന്നെ കൊണ്ടേ പ്രോഗ്രാം, ന്യൂയോർക്ക് പ്രോഗ്രാം ഉണ്ട്. മനുഷ്യരോട് ഞാൻ ഇപ്പൊ നിന്നെ കൊണ്ട് കാര്യം പരിചയപ്പെടുത്താം. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നമുക്കൊക്കെ അറിയാം, മലയാളികൾക്ക് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് കേരളം എത്രത്തോളം ഇപ്പം മുഖവിലേക്ക് എടുക്കുന്നു. ഇനി ഇവരെ ആരെങ്കിലും മലയാള സിനിമയിലോ അല്ലാതെയോ പ്രൊഡക്ഷനിലോ ആരെങ്കിലും പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല നമ്മുടെ സമൂഹം. അതുപോലെ തന്നെ കോടതി പോലും വിശ്വസിക്കാൻ തോന്നുന്നില്ല. അതുപോലെ പേരുകളിങ്ങനെ നിഘണ്ടുവിൽ നിന്ന് ഓരോ ദിവസവും എടുത്ത് പറയുകയാണ്. കലാഭവൻ മണിയോട് 3 ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് കലാഭവൻ മണിക്ക് മനസ്സിലായത് മീനുവാണോ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. 3 ദിവസം പുള്ളിക്ക് മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താ ഈ സ്ത്രീ പറയുന്നത്? അതെന്നറിയോ, അടുത്തൊരു പടത്തെ സുധരിച്ചതിന് ഞാൻ പുള്ളിക്കാരൻ്റെ ഭാര്യയായിരുന്നു. ഞാൻ 3 ദിവസം അവിടെ പോയി അഭിനയിച്ചു. 4ാമത്തെ ദിവസം അങ്ങനെ നൈസായിട്ട് മിനു ആണോ അങ്ങ് വിട്ടാക്കാൻ പറഞ്ഞു. ഞാൻ പാട്ടക്കെട്ടൊക്കെ പഠിക്കുന്ന ലൊക്കേഷൻ ഞാൻ പോന്നു. ഈ നോനോ ചേച്ചി ഒരു പാട്ടുകാരിയാണ്, ഒരു ഡാൻസുകാരിയാണ്, അഭിനേത്രിയാണ്. അപാര കഴിവാണ്. ശശി എന്നെ ക്ഷണിച്ച ഒരു സ്റ്റേജ് ഷോയ്ക്ക്, അത് നയിക്കുന്നത് കലാഭവൻ മണി നയിക്കുന്ന ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു ബോംബെയിൽ. അപ്പം ഞാനവിടെ പോയി. അപ്പം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല കളിച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് അവിടെ പോയത് എൻ്റെ പൊന്നു മക്കളെ. പിന്നെ മണിച്ചേട്ടനോട് പാടാൻ പാട്ടുകളെ സോനാ സോനായി നമ്പർ പാടില്ലേ. ഒരു പ്രോഗ്രാമിന് സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് എല്ലാം മണിച്ചേട്ടൻ കട്ട് 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 ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അയാളെല്ലാം കട്ട് ചെയ്ത് കട്ട് കട്ട്. പിന്നെ അതാ പറയാ അനിലയാണെന്ന് അന്നാ സഹകരിച്ചില്ലല്ലോ. ആക്ടേഴ്സൊക്കെ പഠിച്ച കള്ളന്മാരാണ്. അപ്പം പഠിച്ച കള്ളികളൊന്നും ഇല്ലേ മലയാള സിനിമയിൽ? ഇവരെ നമ്മൾ എന്ത് വിളിക്കണമെന്നാ എൻ്റെ സംശയം. എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്ലാറ്റ് വന്നു, ഇവന്മാരെല്ലാം പഠിച്ച കള്ളന്മാർ, ആക്ടേഴ്സ് അല്ലേ. ഞാൻ പറഞ്ഞു എന്നെ പുള്ളിക്കാരൻ എന്നോട് അങ്ങനെ ചോദിച്ചത് ആര്? ഞാൻ പറഞ്ഞു മണിച്ചേട്ടൻ പറയാ നമുക്ക് അകത്ത് പോയി ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ജാഫർ ഇടുക്കി പാടി കൊണ്ടുപോയി. അവിടെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ഒരനുഭവം, 2 അനുഭവം, 3 അനുഭവം, 5, 6, 7 അനുഭവം കഴിഞ്ഞു. ഇപ്പം വീണ്ടും ഒരു അനുഭവം, ലണ്ടനിൽ പോകാൻ. ഇവിടെ എങ്ങുമല്ല. മണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ ഇല്ല, മണിച്ചേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ വരാം. ഇയാളെ കാണും പറഞ്ഞേ ജാഫറിനെ. അപ്പം ലണ്ടനിലെ പ്രോഗ്രാം പറയുന്നു. ലണ്ടനിൽ എടി നീ ലണ്ടനിൽ വരുന്നു വെച്ചു. ഞാൻ പറയാൻ വരുന്നു, ആരൊക്കെ ഉണ്ടെന്ന്. അപ്പം ഞാനുണ്ട്. മണിച്ചേട്ടൻ ഉണ്ടോ? ഇനി മണിച്ചേട്ടൻ ഇല്ലാന്ന്. അപ്പം എനിക്ക് ഒന്നുകൂടെ സന്തോഷമായി. മണിച്ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ചേച്ചി സസന്തോഷം ലണ്ടനിൽ പോയി ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ അതിനേക്കായി വലിയ പുലിവാല്. എന്താണെന്നറിയോ? കേട്ടോ, അവിടുത്തെ സ്പോൺസർ ഇപ്പൊ ജാഫറിനെ കൊണ്ട് അങ്ങോട്ട് കൈമാറി കൊടുത്തു. ലണ്ടനിൽ ചെന്നപ്പോഴത്തേക്ക് നീ ആ കാറിലോട്ട് കയറി പോക്കാൻ പറഞ്ഞു. നിങ്ങള് പോകുന്നുണ്ടോ? നോക്കൂ, ഞങ്ങൾ പുറകെ വരും. ഇങ്ങനെ പറയുന്നേ ആദ്യത്തെ മര്യാദ സംസ്കാരമൊക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. എന്താ പേടിയാ? ഞങ്ങൾ ഇല്ല, എല്ലാവരും ഒരുമിച്ച് എല്ലാവരും എല്ലാവരും പലയിടത്തായിട്ടാണ്. സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ
ഈ മലയാള സിനിമയിലെ ആർട്ടിസ്റ്റുകളായാലും അല്ലെങ്കിൽ ഗാനമേളയോ അല്ലെങ്കിൽ മിമിക്സ് ഏത് വായിക്കോട്ടെ ഒരു എഗ്രിമെൻ്റ് വെക്കാതെ പോകത്തില്ല. പക്ഷേ ചേച്ചിക്ക് എഗ്രിമെൻ്റ് വെക്കാനോ? നോ. അഗ്രിമെന്റ് ഒന്നും വെക്കുന്നില്ലേ? ഇത് വെച്ചു നിന്നെ കൊണ്ടുവന്നും പറയാം. നീ ഇപ്പൊ വലിയ ഡിമാൻഡ് ഇടുന്നത് നീ ആണോ നിന്റെ വിചാരം? അങ്ങനെ എന്നെ കളിയാക്കി. ഓക്കെ എഗ്രിമെന്റ് വേണത്ര. എന്നിട്ട് അങ്ങനെ എന്നെ മറ്റൊരു എന്നെ കളിയാക്കൊക്കെ ചെയ്തു. പാട്ട് പാടി, ഡാൻസ് കളിച്ചു, സ്കിറ്റ് ചെയ്തു, പിന്നെ വാഗപ്പൂമണമുള്ള എല്ലാം ചേച്ചി സർവകലാവല്ലഭയാണ്. നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല പോണോ കളിക്കാനായിട്ട്. പാട്ട് പാടി, ഡാൻസ് കളിച്ചു, സ്കിറ്റ് ചെയ്തു, പിന്നെ വേറെ എന്തിനോട് ഇങ്ങനെ വാഗപ്പൂമണം അവരില്ലേ അതിനകത്ത് വിധുവാചന പോലെ പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടന്നിങ്ങനെ അഭിനയിച്ച അവളുടെ പാട്ടിനൊത്ത്. ചേച്ചി മുമ്പേ പറഞ്ഞ കാര്യത്തിന് ബാക്കി പറഞ്ഞില്ല. അല്ല, കാറെ കയറ്റി കൊണ്ടുപോയിട്ട് ചേച്ചി എന്താ അവിടെ സംഭവിച്ചത്? നോ പറഞ്ഞോ? ഈ സൂട്ടും കോട്ടും ഇട്ട സ്പോൺസർ വന്നു. എന്നിട്ട് ഇങ്ങനെ കഥകൾ കുറ്റിടുക അടയ്ക്കുന്ന. ഞാൻ പറഞ്ഞു എന്തിനാ അടയ്ക്കേണ്ട ആവശ്യമില്ല, കുറ്റിട്ടുണ്ടാ പറഞ്ഞേ. അല്ല ഞാനൊരു മിനിൻ്റെ കൂടെയാ. ഞാൻ എൻ്റെ കൂടെയോ? എന്തിന് ചോദിച്ചു. ജാഫർ പറഞ്ഞില്ലേ? ജാഫറൊന്നും പറഞ്ഞില്ല. ഞാൻ ഇന്ന് മിന്നിൻ്റെ കൂടെയാണ്. അവനോ ഈ വന്ന കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് വന്ന ആ സാറുണ്ടല്ലോ കഥകിന് കുറ്റിയിട്ടു. പിന്നെ ചേച്ചിയെടുത്ത് ഒന്നും നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ ആ സാറൊരു കഥയങ്ങ് പറഞ്ഞു. മീനു ഒരു ഉപകാരം ചെയ്യണം, ഞാനിന്ന് ഭാര്യ എടുത്ത് വീട്ടിൽ ചെല്ലത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. മീനു അവിടെ കിടന്നോ, ഞാനിവിടെ കിടന്നോളാം. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഉറങ്ങണം. കേട്ടോ കഥ? എനിക്കൊരു സഹായം ചെയ്യാമോ? എന്താ? ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നത്, ഇന്ന് രാത്രി വരത്തില്ല എന്ന്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ അതൊരു സംശയത്തിന് ഇടയാകും. ദയവ് ചെയ്ത് അപ്പം 2 കട്ടിലാണേ. അപ്പുറത്തെ കട്ടിലേൽ ഞാൻ അവിടെ കിടക്കുന്നതിന് മിനുവിന് വലിയ വിരോധമുണ്ടോ? ഞാൻ ഒന്നും നോക്കത്ത് പോലും ആ സൈഡിലോട്ട് പോലും നോക്കത്തില്ല. ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ്, എന്നോട് സംസാരിക്കാൻ പോലും നിൽക്കരുത്, എനിക്ക് നന്നായിട്ട് ഉറങ്ങണം. അവിടെ കിടന്നുറങ്ങിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളി സൂട്ടും കൂട്ടൊന്നും ഊരാതെ ഷൂ പോലും ഊരാതെ പാവം അവിടെ പോയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഒരു ബ്ലാങ്കറ്റ് പൊതിച്ച് ഞാൻ കിടന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഞാനും അവിടെ കിടന്നുറങ്ങി. ചേച്ചി നേരം വെളുക്കും വരെ ആ സാർ അവിടെ കിടന്നുറങ്ങിയോ? എപ്പോൾ പോയി? 3 മണിയായതേക്ക് ഇദ്ദേഹം കഴിഞ്ഞിട്ട് പറഞ്ഞു മിനു ഞാൻ പോവാട്ടോ. 3 മണിക്ക് അദ്ദേഹം പോയി. ജാഫർ ഇടുക്കി വന്നിട്ട് ഇടുക്കി സ്ലാങ്ങിൽ ചേച്ചിയോട് ചില സംസാരങ്ങൾ. എന്നാ പണിയാ കാണിച്ചേ? ജാഫർ നീ എന്നെ പണാണ് ഇങ്ങോട്ട് വന്നത്? ആ ഇടുക്കി സ്ലാങ്ങിൻ്റെ ഇതില്ലേ നീ എന്നാ നീ ചെയ്തത്? നീ എന്നെ പണിയാ? നീ എന്തിനാണ് പിന്നെ വന്നത്? നീ പിന്നെ എന്തിനാണ് സിനിമയിൽ വന്നത്? ചേച്ചി ഒരു വലിയ ഉപദേശം സമൂഹത്തിന് നൽകുകയാണ്. തെറ്റിലൂടെ ഉണ്ടാക്കുന്ന പണം അത് ദൈവം നമുക്ക് തരില്ല, പന പോലെ വളർത്തും, ഒറ്റയടി ബ്ലെസ്സിങ് ആവത്തില്ല. അതായത് തെറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന പണം മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുണ്ടാക്കുന്ന പണം ഒരു മാർക്ക് നിൽക്കത്തില്ല. ഇനി ആരെങ്കിലും കുറേ പൈസ മറ്റുള്ളവരെ ചതിച്ചൊരു പ്രൊഡ്യൂസറിനെ ചതിച്ച് കുറേ കാശ് ഉണ്ടാക്കിയാണ്ടല്ലോ ദൈവം അവനെ അങ്ങ് പന പോലെ ഉയർത്തിയിട്ട് താഴത്തോടെ ഒറ്റയിട്ടില്ലെങ്കിലും. ചേച്ചി പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദൈവം 15 വർഷം ഉറക്കിയിരുന്നു, ഇപ്പോൾ ഉണർത്തിയിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്നാണ് പറയുന്നത്. 15 വർഷം എന്നെ ദൈവം ഉണർത്തിയില്ല. 15 വർഷം കഴിഞ്ഞ് ഈ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നതും ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അല്ലേ? എന്നെ ഒരു നിമിത്തമാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ ഇതെൻ്റെ ഇൻറ്റൻഷൻ ഒന്നുമല്ല. എത്രയോ പ്രൊഡ്യൂസർമാർ ജർമ്മനിയിൽ നിന്ന് ഫ്ലാറ്റ് വാങ്ങിത്തരാം, കാറ് വാങ്ങിത്തരാം, ഐ ആം നോട്ട് സാറ്റിസ്ഫൈ വിത്ത് വൈഫ് പോരെ. അങ്ങനെ ആകാരൊക്കെ നേരത്തെ എത്ര പേരാണെന്നറിയോ? എനിക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരാം, എനിക്ക് കാറ് വാങ്ങിത്തരാം, അവരുടെ കീപ്പായിട്ടിരിക്കാം. വലിയ വലിയ പ്രൊഡ്യൂസർമാർ തന്നെ ജർമ്മനിയിൽ വാ, ഐ ആം നോട്ട് ഹാപ്പി വിത്ത് മൈ വൈഫ്. ഞാൻ അവിടെ ഒരു വീട് തരാം മിനു അവിടെ താമസിച്ചു. ഞാൻ ആ ഓഫർ എടുത്തിട്ടില്ല. ചേച്ചിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കല്യാണം കഴിച്ച അല്ലെങ്കിൽ ഭാര്യയുള്ള ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകും, പക്ഷേ നോ നെവർ എന്നും പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒരു പുരുഷന്മാരെ ഭാര്യമുള്ള ഒരു പുരുഷന്മാരുടെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആകത്തില്ല. ഫ്രണ്ട്ഷിപ്പ് ആവും, ഹായ് അത്രേ ഉള്ളൂ. അങ്ങനെ വരും ദിവസങ്ങളിൽ ചേച്ചിയുടെ കൂടുതൽ കഥകൾ നമുക്ക് കേൾക്കാം. ഇതുവരെയുള്ള തിരക്കഥയും കഥയും ഒക്കെ ഇങ്ങനെ ബാക്കി കുറേ കൂടെ ഉണ്ട്. അത് ഇനിയും വരും ദിവസങ്ങളിൽ കാണാം. നന്ദി, നമസ്കാരം.